ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദനോടുള്ള വാശി തീർക്കാൻ ആ ഒരു റോഡിലൂടെ ഇങ്ങനെ നടക്കുക, നട്ടക്കണ്ട വെയിലത്ത് അങ്ങനെ നടന്ന് പാവം നമ്മുടെ ഗീതു തകർന്ന് തരിപ്പണമായി, എന്താ പറയുന്നത്, ആകെ ക്ഷീണിച്ച് അവശയായി. ഈ സമയത്ത് ഗീതു ദുരിതത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മേഡം ഗീതുവിനെ തേടി ഇറങ്ങണം. അങ്ങനെ ഗീതു മോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ആ പാവം ഇങ്ങനെ ഓടുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ ഗീതുവിനെ കുറിച്ച്. അപ്പോൾ ഗീതു ഇങ്ങനെ നടന്നു വരുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരിങ്ങനെ ഗീതുവിനെ ലക്ഷ്യം വെച്ച് പോണ സമയത്ത് ഗീതുവിനെ കണ്ടു. വെയിൽ കൊണ്ട് നടന്ന് നമ്മുടെ ഗീതു തളർന്ന് അവശയായ അവസ്ഥയിലാണ് വരുന്നത്. അതായത് തലയൊക്കെ കറങ്ങി ഇപ്പം വീഴും എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ വീഴാറായി വരുന്ന ഗീതുവിനെ കണ്ടപ്പോഴേക്കും ഗീതുമോളേന്ന് വിളിച്ച് ഓടി ഈ മേഡം ചെന്നു കേട്ടോ. അടുത്തേക്ക് ചെന്ന് ഗീതുവിനെ പിടിച്ചു നിർത്താനായിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഗീതു ഒരു വലിയൊരു മരത്തിൽ ഇങ്ങനെ ചാരി നിൽക്കുമായിരുന്നു തളർന്നിട്ട്. അപ്പോൾ മോള് വന്നേ, വാ നമുക്ക് ചെമ്പകശ്ശേരിയിലേക്ക് പോകാം. അവിടെ ചെന്ന് നിനക്ക് പറയാനുള്ളതും കരയാനുള്ളതും മുഴുവനും നീ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് തീർത്തോളാൻ പറഞ്ഞപ്പോൾ ഇല്ലമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞ് തറപ്പിച്ചു പറയാം. ഞാനങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന്. എനിക്ക് ഇനിയും നടക്കണം, നടന്ന് എൻ്റെ കാലും കൈയൊക്കെ പൊട്ടണം, എനിക്ക് അത്രയ്ക്ക് ആ ഒരു വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിയുന്ന ഗീതുവിനെ കാണും തോറും ഈ മേഡത്തിന് ഭയങ്കര സങ്കടം ഇങ്ങനെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ മോളിങ്ങനെ പറയരുത്, ഇനി എൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ വാ നമുക്ക് നിൻ്റെ വീട്ടിലോട്ട്, അതായത് അറക്കൽ തറവാട്ടിലോട്ട് പോകാം വാ എന്നും പറഞ്ഞ് അങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും ഗീതു സമ്മതിക്കുന്നില്ല. പിന്നെ ഗീതുവിൻ്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞതുപോലെയാണ് ഗീതുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ആ അമ്മ തയ്യാറാകുന്നത്. അങ്ങനെ അമ്മ തയ്യാറായ സമയത്ത് ഗീതു അന്നേരം ഒന്നും തയ്യാറെടുക്കുന്നില്ല. പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ നീ തോറ്റു പോകരുതെന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ കുറേ ഉപദേശമൊക്കെ ഉപദേശിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിഷോറും അതുപോലെ തന്നെ ഭദ്രനും ഒക്കെ കൂടെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കാതും വിലാസിനിയോട്. അപ്പോൾ വിലാസിനിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിലാസിനിക്ക് ഇവനെ കണ്ണിന് കാണാൻ പാടില്ല, ഭയങ്കര ദേഷ്യമാണ്. ഇവനെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കോടീശ്വരനായ മരുമകനുണ്ട്, മരുമകളുണ്ട്, ആരെക്കൊണ്ടും ഉണ്ടാകാത്ത ഉപകാരം എനിക്ക് ഇവനെ കൊണ്ടാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. ഇവനെ കൊണ്ട് എന്തുപകാരമാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഇവനാണ് എനിക്ക് വക്കീലിനെ ഏർപ്പാടാക്കി തന്നെന്ന് പറഞ്ഞു. ഇവൻ നിങ്ങൾക്ക് എപ്പോൾ വക്കീലിനെ ഏർപ്പാടാക്കി തന്നു? എൻ്റെ വിലാസിനി ഇവനാ എനിക്ക് വക്കീലിനെ ഏർപ്പാടാക്കി തന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നും ജയിലിൽ കിടക്കേണ്ടി വന്നേനെ എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഇറക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ വിലാസിനി അങ്ങോട്ട് അത് വിശ്വസിക്കുന്ന രീതിയിലായില്ലെങ്കിൽ പോലും പകുതി വിശ്വസിച്ചു. അങ്ങനെ ആ ഒരു സംസാരത്തിനൊടുവിൽ ഈ ഭദ്രൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. അതായത് ഈ ഭദ്രനും അതുപോലെ കിഷോറും കൂടി വണ്ടിയിലിരുന്ന് സംസാരിച്ച കാര്യം. അപ്പോൾ കിഷോർ ഭദ്രനോട് പറയുവാണ് ഗീതാഞ്ജലിയെ വിധവയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗീതാഞ്ജലിയും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം പിരിക്കുന്നത് ഗീതുവിന് സ്വത്തുക്കളൊന്നും കിട്ടാതിരിക്കാനാണെന്നും രാധികാമ്മയും വരുണും കൂടി ചേർന്ന് ഗോവിന്ദനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം മരിക്കുന്നതിന് മുൻപ് സ്വത്തുക്കളെല്ലാം വീതം വെച്ചില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗീതുവിന് അതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദൻ മരിക്കുന്നതിന് മുൻപ് ഈ ഡിവോഴ്സിന് വേണ്ടി അവർ നടക്കുന്നത്. ഗോവിന്ദൻ്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ മരിച്ചാൽ ഗീതുവിനാണ് ആ സ്വത്തുക്കൾ മുഴുവൻ കിട്ടുന്നത്. അപ്പോൾ ഗോവിന്ദൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഭാര്യയായി ഗീതു ഉണ്ടാകരുത്, ആ സ്വത്തുക്കൾ മുഴുവൻ അവർക്ക് അടിച്ചു മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കാട്ടായൊക്കെ കാണിക്കുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങളെ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങളത് വിശ്വസിക്കരുത്, അവരുടെ കെണിയിൽ പോയി വീഴരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെ ഈ കാര്യമൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ശരിയാണ്, ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഗോവിന്ദൻ സാർ എന്തായാലും മരിക്കും. ഗോവിന്ദൻ സാറ് മരിച്ചു കഴിഞ്ഞാൽ ഗീതു ഗോവിന്ദൻ്റെ വിധവയാകും. ആ സമയത്ത് ഞാൻ ഗീതുവിനെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ തരാമെന്ന് പറഞ്ഞ് നക്കാപ്പിച്ച കാശൊന്നുമല്ല, ആ 500 കോടി ഞാൻ തരും. വെറും 5 കോടിയല്ല, 500 കോടി രൂപയുടെ സ്വത്ത് ഞാൻ അങ്കിളിനും ആൻറ്റിക്കും തരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും കണ്ണു മഞ്ഞളിച്ച് അങ്ങനെ ഇരിക്കുവാണ് അച്ഛൻ. മകളെ ഏത് രീതിയിലാണെങ്കിലും ഉപയോഗിച്ചിട്ടും കുഴപ്പമില്ല, അവർക്ക് കോടികൾ കിട്ടിയാൽ മതി എന്നൊരു ഒറ്റ തീരുമാനത്തിൽ. അപ്പോൾ ഈ കിഷോർ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെയെങ്കിൽ അങ്ങനെ ആ കോടികൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, ആ കോടികൾ ഇങ്ങ് കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. അതിനുശേഷം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വന്ന് വിലാസിനോട് പറഞ്ഞപ്പോൾ വിലാസിനിക്കും പിന്നെ കിഷോർ വലിയവനായി, കിഷോർ നല്ലവനായി, കിഷോറിനൊരു കുഴപ്പമില്ല, കിഷോറിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനില്ല. പിന്നെ അവരങ്ങ് കയറ്റിയിരുത്തി സൽക്കാരം അങ്ങ് തുടങ്ങി. ഈ സമയം ഗീതുവിനെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി അറക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുവരുവാണ് നമ്മുടെ
വിജയലക്ഷ്മി മാം. ഗോവിന്ദൻ എവിടെയാണെന്നോ ഏതവസ്ഥയിലാണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ വീട്ടിലെല്ലാവരും എല്ലാം റെഡിയാക്കി, അവിടെ ആഘോഷത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുന്നു. ഗോവിന്ദനും ഗീതുവും ഇതുവരെ വന്നിട്ടില്ല. ആ സമയത്ത് ഗീതു ഗോവിന്ദന് ഒരു ട്രീറ്റ് കൊടുക്കാൻ കൊണ്ടുപോയ കാര്യം അവിടെ രാധികയൊക്കെ അറിഞ്ഞു. അപ്പോൾ അത് അറിഞ്ഞ പാടെ രാധികയും അതുപോലെ വരുണും എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയല്ലേ. അപ്പോൾ രാധിക ചോദിച്ചു, കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നെന്നുള്ളത് കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യർ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആരാണ് ഗീതുവിനോട് ഇത് പറഞ്ഞത്? ഗീതു അത് എങ്ങനെയാണ് അറിഞ്ഞു? എന്നിട്ട് നേരെ രേഖയുടെ നേരെ ഒരു നോട്ടം നോക്കി. രേഖ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേഖ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തന്നെ രേഖ അങ്ങ് തീരുമാനിച്ചു പറഞ്ഞു. അപ്പോൾ രേഖയെ വിശ്വസിക്കാൻ അവർക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാലോ ഓഫീസിൽ നിന്നോ മറ്റോ അറിഞ്ഞതായിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പ്രിയ പറയുക. കാരണം പ്രിയയ്ക്ക് അറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ പ്രിയയും ഇവർക്കൊപ്പം തന്നെ നിന്നു. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൊടുക്കാൻ തയ്യാറാകുന്ന സ്വഭാവം അല്ലാത്തത് കൊണ്ട് ഏതൊരവസ്ഥയിലും ഇവരെ വിശ്വസിക്കാം. അങ്ങനെ ഒരു മൈൻഡിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ രാധികയാണെങ്കിൽ ഗോവിന്ദൻ വരുന്നത് കാത്തിങ്ങനെ നിൽക്കുക കേട്ടോ. വരുന്നത് സർപ്രൈസ് കൊടുക്കാം എന്നുള്ളൊരു ആ ഒരു ഇതിൽ മൈൻഡിലാണ് നിൽക്കുന്നത്. പക്ഷേ സർപ്രൈസ് കൊടുക്കാൻ കണ്ണൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഗീതുവിൻ്റെ കയ്യിലല്ലേ കോൾ. ഈ കലി കയറിയിരിക്കുന്നതുകൊണ്ട് ഗീതുവും കോൾ എടുക്കണില്ല. ഗീതുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഗീതു ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണല്ലോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മിയും ഗീതുവിനെയും കൊണ്ട് അറക്കൽ തറവാട്ടിലേക്ക് വന്നു. അറക്കൽ തറവാട്ടിൽ വന്ന് ഗീതു ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. മേഡം ഗീതുവിനെ ഇറക്കി. എന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ മടിച്ചു നിൽക്കുക ഗീതു. മോൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. കുറേ നിർബന്ധിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, എൻ്റെ കൂടെ അമ്മയും വരണം, എങ്കിലേ ഞാൻ അകത്തേക്ക് പോവുള്ളൂ എന്ന്. അപ്പം ഞാൻ വരുന്നില്ല, ഇന്നേ ദിവസം എന്നെ അവിടെ കണ്ടാൽ ശരിയാവില്ല, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം അമ്മ ഇപ്പോഴും എന്നോടൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് താങ്ങായും തണലായും എല്ലായിടത്തും എനിക്ക് കൂട്ടായും അമ്മ വരുന്നു. പക്ഷെ അമ്മ ആരാണെന്നോ എന്താണെന്നോ ഈ അറക്കൽ തറവാടുമായിട്ടുള്ള അമ്മയുടെ ബന്ധം എന്താണെന്നോ ഇതൊന്നും എനിക്കറിയില്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ കഴിയാതെ ആ മേഡം അവിടെ നിന്ന് ഇങ്ങനെ ഉരുകുക. അപ്പോൾ ഗീതുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അവരത് കൊടുത്തേനെ. ഈ ഗോവിന്ദനെ കൊണ്ടുപോയത് ഈ പെണ്ണാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേനെ ഇതാണ് ഇന്നതാണ് കാര്യം എന്ന്. പക്ഷെ എന്തായാലും ഗീതുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇന്നല്ലെങ്കിൽ നാളെ ആ അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം പറയേണ്ടി വരും. അല്ലാതെ ഗീതുവിൻ്റെ മുന്നിൽ ഒരു പിടിച്ചു നിൽപ്പ് ഒരിക്കലും വിജയലക്ഷ്മിക്ക് ഉണ്ടാവില്ല. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ ഗീതുവിനെ കാണുമ്പോൾ രാധികയും വരുണും അതുപോലെ മറ്റുള്ളവരൊക്കെ സന്തോഷിക്കും. കാരണം ഗോവിന്ദൻ്റെ കൂടെ അല്ലല്ലോ കയറി ചെല്ലുന്നത്. സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ കഥ ഏത് രീതിയിലേക്ക് എങ്ങനെയൊക്കെ തിരിയും എന്നുള്ളത് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം സൂപ്പർ ഹിറ്റ് വിശേഷങ്ങൾക്കായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.